നമസ്കാരം. മനുഷ്യരുടെ കാര്യം ഇങ്ങനെയാണ്, ഇത്രയൊക്കെ ഉള്ളൂ. ഇന്ന് കാണുന്നവരെ നാളെ കാണില്ല, ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നവരെ നാളെ കാണാതെ വന്നാൽ നമ്മൾ അല്പം സങ്കടപ്പെടും. പക്ഷെ നമ്മുടെ ജീവിത രീതികളൊന്നും മാറ്റിവെക്കില്ല, നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കും. ഇതാണ് ജീവിതത്തിൻ്റെ രീതി. ഇതിൻ്റെ കൂടെ തന്നെ കൂട്ടി വായിക്കാവുന്ന മറ്റൊരു കാര്യം, ഇന്നലെ വരെ അതിശക്തമായ നിലപാടെടുത്തിരുന്ന ഒരു വ്യക്തി ഇന്നു മുതൽ അതിന് നേരെ വിപരീതമായ നിലപാടെടുക്കുന്നതാണ്. അഭിപ്രായം ഇരുമ്പുലക്കല്ല. നമ്മുടെ ബോധ്യങ്ങൾ മാറുമ്പോൾ നിലപാട് മാറണം. എന്നാൽ ഈ ബോധ്യം മാറുന്നതിൻ്റെയും നിലപാട് മാറുന്നതിൻ്റെയും ഒരു ക്രോണോളജി ശരിയായിരിക്കണം. ഇന്നലെ രാത്രി വരെ അതിശക്തമായ അതിതീവ്രമായ ഒരു നിലപാടെടുത്ത് കിടന്നുറങ്ങുക, നേരം വെളുത്തപ്പോൾ അതിന് വിപരീതമായ ഒരു നിലപാടെടുക്കുക, അത് അന്തസ്സില്ലായ്മയാണ്, ആത്മാർത്ഥതയില്ലായ്മയാണ്. റെജി ലൂക്കോസ് എന്നു പേരുള്ള പോരാളി ഷാജിയേക്കാളും വൃത്തികെട്ട രീതിയിൽ CPM വേണ്ടി വാദിച്ചുകൊണ്ടിരുന്ന, ചാനൽ ചർച്ചകളിലിരുന്ന് നിരന്തരം വിവരക്കേടുകൾ വിളിച്ച് സ്വയം അപഹാസ്യനായിരുന്ന, സകല മനുഷ്യരും ട്രോളി കൊന്നുകൊണ്ടിരുന്ന ഒരുത്തൻ ഇന്ന് നേരം വെളുത്തപ്പോൾ പറയുകയാണ് ഞാൻ BJP-കാരനാണെന്ന്. എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? CPM നിലപാടിനെ എതിർത്ത് തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി പാർട്ടിയെ തള്ളിപ്പറയുന്നത് മനസ്സിലാക്കാം. എന്നാൽ CPM എല്ലാ വൃത്തികേടിനെയും ഏതറ്റം വരെ പോയി പ്രോത്സാഹിപ്പിച്ച്, ഏതറ്റം വരെ ന്യായീകരിക്കാമോ അത്രയും പോയി ന്യായീകരിച്ച്, സകല മന്ത്രിമാരെയും സകല തിന്മകളെയും സകല വൃത്തികേടുകളെയും ന്യായീകരിച്ച്, അതിനുവേണ്ടി ചാനൽ ചർച്ചകളിൽ ബഹളം വെച്ച്, എല്ലാ തരത്തിലും ഒരു പരിഹാസ്യ കഥാപാത്രമായി, അശ്ലീല കഥാപാത്രമായി മാറിയിരുന്ന റെജി ലൂക്കോസ് എന്ന സഖാവ് ഇന്ന് നേരം വെളുത്തപ്പോൾ ഇതുവരെ എതിർത്തിരുന്ന BJP-യോടും സംഘപരിവാറിനോടും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അംഗത്വമെടുത്ത് കാവിഷാളടിഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നു. ചിരിച്ച് മണ്ണ് കപ്പാതിരിക്കുന്നത് എങ്ങനെയാണ്? ആദ്യം നമുക്ക് റെജി ലൂക്കോസിന്റെ ഒന്ന് രണ്ട് മാസ്റ്റർ പീസ് BJP വിരുദ്ധ ഡയലോഗുകൾ കേൾക്കാം. ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യയുടെ അഭിമാന താരങ്ങളായ ആ റെസ്ലിംഗ് വനിതാ താരങ്ങൾക്ക് ഇയാൾക്കെതിരെ ഇത്രയ്ക്കും വലിയ ആത്മരോഷം കാണിച്ചിട്ട് ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ നടത്തുന്നു, അല്ലെ അവർക്ക് ഉദ്ധരിക്കുക എന്ന് പറയുന്ന നിങ്ങളുടെ പാർട്ടി ഒരു പെറ്റി കേസ് എടുത്തു. ആ മനുഷ്യന്റെ പേര് ഒരു പെറ്റി കേസ്. ആ രാജ്യത്തിന്റെ അഭിമാനമായ മെഡൽ നേടിയിട്ടുള്ള കായിക താരങ്ങളെ ബലാത്സംഗം ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്താൽ നമ്മുടെ MP സ്ഥാനത്ത് ഇരുത്തിയിട്ട് ഞങ്ങളോട് ചോദിക്കുവാണ് ഞങ്ങൾ കേസെടുത്തില്ലെന്ന്. മുകേഷിനെതിരെ ബലാത്സംഗത്തിന് കേസെടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ധാർമ്മികമായി പറയുന്നത്? ഈ രാജ്യത്തല്ലേ നടക്കുന്നതെല്ലാം. അപ്പൊ ഈ രാജ്യത്ത് വേറെ നിങ്ങൾ പറയുമ്പോൾ മിണ്ടാൻ പാടില്ലെന്നാണ് നിങ്ങൾ പറയുന്നത്. റെജി ലൂക്കോസ് മന്ത്രി ശിവൻകുട്ടിയെയും പിണറായിയും ഒക്കെ എങ്ങനെയാണ് വാരിപ്പുണർന്നിരുന്നത്, എങ്ങനെയാണ് ന്യായീകരിച്ചിരുന്നത് എന്നതിന്റെ ഒന്നോ രണ്ടോ ചെറിയ ഉദാഹരണം കൂടി കേൾക്കുക. CPM ദേശീയ തലം മുതൽ ബ്രാഞ്ച് തലം വരെയുള്ള നേതാക്കന്മാരെ തീരുമാനിക്കാനുള്ള അധികാരം നിങ്ങൾ മാധ്യമങ്ങൾക്ക് തരാം. നിങ്ങൾ തീരുമാനിക്കണം, ഇനി ഇന്ന ആളുകൾ ഇന്ന സ്ഥലത്തിരിക്കണം. ആ രീതിയിലുള്ള തീരുമാനങ്ങൾ നിങ്ങൾ പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ അനുസരിച്ചോണ്ടോ കേൾക്കാം. വാസ്തവത്തില് CPM അറിയാത്തതുകൊണ്ടാണ്. CPM അങ്ങനെ കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ചോ സീസണലായിട്ടുള്ള നടപടികളൊന്നുമില്ല. CPM സംബന്ധിച്ചോളം പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ഘടകത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിലോ പ്രവർത്തിക്കുന്ന ഏത് നേതാവായാലും, അത് ബ്രാഞ്ച് മെമ്പർ മുതൽ പോളിറ്റ് ബ്യൂറോ മെമ്പർ വരെ ആണെങ്കിൽ പോലും, അവരെ എന്തെങ്കിലും രീതിയിലുള്ള വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ടക്കുറവുകളോ പിശകുകളോ അവർക്ക് പാർട്ടി പ്രവർത്തനത്തിലോ മറ്റേതെങ്കിലും രീതിയിലോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിരീക്ഷിക്കുകയും അത് അന്വേഷിച്ച് കണ്ടെത്തി അതിൽ ശരിയെന്ന് കണ്ടെത്തിയാൽ ആ തെറ്റിന്റെ ഗ്രാവിറ്റി അനുസരിച്ചുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കുക. കാലങ്ങളായിട്ടുള്ള ഒരു പ്രവൃത്തി, ഒരു പ്രോസസ്സിംഗ് മാത്രമാണ് CPM സംബന്ധിച്ചോളം. ഇത് കേരളത്തിൽ മറ്റൊരു പാർട്ടിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ചാനൽ ചർച്ചകളിൽ നിരന്തരം തേഞ്ഞൊട്ടുന്ന ജന്മമായിരുന്നു റെജിയുടേത്. അവതാരകർ മാത്രമല്ല, ശ്രീജിത്ത് പണിക്കരെ പോലുള്ളവരും നിരന്തരം എടുത്തിട്ടലക്കിയപ്പോഴും ഉളുപ്പില്ലാതെ ചിരിച്ചുകൊണ്ടിരുന്ന ജന്മം. 2 ദിവസം മുമ്പ് വരെ CPM വേണ്ടി ന്യായീകരിക്കാൻ ചാനലിൽ ഉണ്ടായിരുന്ന റെജി ഇപ്പോഴിതാ നേരം വെളുത്തെണീറ്റിട്ട് പറയുന്നു CPM കാലഹരണപ്പെട്ട ആശയമാണ്, ദ്രവിച്ചുപോയ ആശയമാണ്. ഈ നാട് നന്നാവണമെങ്കിൽ BJP മാത്രമേ തനിക്ക് പ്രതീക്ഷയായുള്ളൂ. ആശയപരമായ രീതിയിൽ കുറേ നാളുകളായിട്ട് എൻ്റെ മനസ്സിൽ തോന്നി തുടങ്ങിയത്, കേരളത്തിൽ രാഷ്ട്രീയ യുദ്ധത്തിനല്ല ഇനി അവസരം. ഇവിടുത്തെ പുതിയ തലമുറ നാട് വിടുന്നു, അവരെ ഇവിടെ പിടിച്ചു നിർത്തണം. പഴയ ദ്രവിച്ച ആശയങ്ങളുമായിട്ട് ഇനി മുന്നോട്ട് പോയാൽ നമ്മുടെ നാട് വലിയ രീതിയിലുള്ളൊരു വൃദ്ധസദനമായിട്ട് മാറും. അതിന് BJP-യുടെ ദേശീയ നേതൃത്വം പകർന്നു നൽകുന്ന വികസനവും ആശയങ്ങളും എന്നെ കുറേ നാളുകളായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന വികസനം എന്നെ ഞെട്ടിച്ചു കളഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ വികസനം ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇനി നമുക്ക് വേണ്ടത്, പണ്ട് BJP-യെക്കുറിച്ച് പറയുന്നത് അവർ വർഗീയവാദികളാണെന്നുള്ളതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ എൻ്റെ പാർട്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട്, കുറേ മാസങ്ങളായിട്ട് കേരളത്തിൽ നടത്തുന്ന വർഗീയ
വിഭജനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടതുപക്ഷ വ്യതിയാനം നമ്മളെ വല്ലാതെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് റജി പാർട്ടി വിടാൻ ഒരു ന്യായം പറഞ്ഞു. എൻ്റെ പാർട്ടി വർഗീയത പറയുന്നു, എൻ്റെ പാർട്ടി ഇങ്ങനെ ആയിരുന്നില്ല, ആ വർഗീയത എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഞാൻ പാർട്ടി വിടുന്നു എന്നതാണ്. ഏറ്റവും വലിയ തമാശയായിപ്പോയി. റജിയുടെ പാർട്ടി, അതായത് CPM, ഈ ദിവസങ്ങളിൽ പറയുന്ന വർഗീയത മുസ്ലിം വിരുദ്ധ വർഗീയതയാണ്. നമുക്കൊക്കെ അറിയാം, ജമാഅത്ത് ഇസ്ലാമി ഇന്ത്യ ഭരിക്കും, ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കും കേരളത്തിന് ആഭ്യന്തരമന്ത്രിയാവുന്നത്, മലപ്പുറത്ത് എല്ലാം അവർ കൊണ്ടുപോകുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളാണ് CPM നടത്തുന്നത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട്, മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് തൻ്റെ പാർട്ടി വർഗീയ പാർട്ടി ആയിക്കൊണ്ടിരിക്കുന്നു എന്ന വേദന കൊണ്ട് റജി ലൂക്കോസ് നേരെ പോയത് BJPയിലേക്ക്. ചിരിച്ച് എങ്ങനെ മണ്ണ് കപ്പാതിരിക്കും? വാസ്തവത്തിൽ CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയെ കഴിഞ്ഞ 9 വർഷം പൊതിഞ്ഞ് സംരക്ഷിച്ചിരുന്നത് ഇത്തരം കപട മനുഷ്യരാണ്. അധികാരമുള്ളിടത്ത് ഒട്ടി നിൽക്കുന്ന കള്ള മനുഷ്യർ. അവർ CPMന് വേണ്ടി വാതോരാതെ ബഹളം വെച്ചുകൊണ്ടിരുന്നു. അവർ CPMന്റെ കള്ളത്തരങ്ങൾ ന്യായീകരിച്ചുകൊണ്ടിരുന്നു. അവർ CPMന് വേണ്ടി പോരാളി ഷാജിയെ തോൽപ്പിക്കുന്ന ഉളുപ്പില്ലായ്മയോടെ എതിർ രാഷ്ട്രീയക്കാരെ തെറി വിളിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ അവർക്ക് പിടികിട്ടി, CPMന്റെ കഥ കഴിയുന്നു. ഇനി CPM ഉണ്ടാവില്ല. കഴിഞ്ഞ കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതി ഇത് തന്നെയാണ്. CPM ഇല്ലാതാകുന്നു, പകരം BJP ഉദിച്ചു വരുന്നു. CPMന്റെ സ്പേസാണ് BJP എടുക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ നിന്നും CPIM എന്ന ഈ ക്യാൻസർ പതിയെ പതിയെ ഇല്ലാതാകും. ആ സമയത്ത് CPMൽ നിന്നും കൂട്ടയൊഴുക്കായിരിക്കും BJPയിലേക്ക്. വലിയ വലിയ നേതാക്കൾ BJPയിലേക്ക് എത്തുന്നതിന് മുൻപ് സ്ഥാനമുറപ്പിക്കാനുള്ള ചാട്ടമാണ് ഇപ്പോൾ കാണുന്നത്. റജി ലൂക്കോസിന് അറിയാം, തന്നേക്കാൾ വലിയ നേതാക്കൾ BJPയിലേക്ക് എത്തുമ്പോൾ തനിക്ക് CPMലുള്ള അതേ അവസ്ഥയായിരിക്കും, പ്രത്യേകിച്ച് പദവിയൊന്നും ഉണ്ടാവില്ലെന്ന്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എത്തിയാൽ എന്തെങ്കിലും പദവി കിട്ടിയാലോ എന്ന് കരുതിയുള്ള വരവാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. CPIM എന്ന കാലഹരണപ്പെട്ട പാർട്ടിയിൽ നിന്നും കൂട്ടത്തോടുകൂടി BJPയിലേക്ക് ഒഴുക്കുണ്ടാകും എന്ന സൂചന. എവിടെയൊക്കെ BJP വളരുന്നുവോ അവിടെയൊക്കെ തളരുന്നത് CPM ആണ്. CPMൽ നിന്നും ആളുകൾക്ക് പോകാനുള്ള ഏക ഇടം BJP ആണ്. ഇതൊരു സൂചനയാണ്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്ന സൂചന. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ CPIM അധികാരത്തിൽ നിന്ന് പുറത്താവുകയും BJP ഒരു 5-6 സീറ്റ് പിടിക്കുകയും ചെയ്താൽ പിന്നെ വരുന്ന 3-4 മാസം കേരളത്തിൽ നിന്ന് കേൾക്കാൻ പോകുന്ന വാർത്ത BJPയിലേക്ക് ഒഴുകുന്ന CPM നേതാക്കളുടെ കഥയായിരിക്കും. അനേകം പേർ BJPയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ തുടക്കമാണ് റജി ലൂക്കോസ് എന്ന് തീർച്ച.